സുധിക്ക് എന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ ഞാൻ എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കണോന്ന് അച്ഛനല്ലേ അന്ന് വന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ സുധിയുടെ കല്യാണത്തിന് കൂടെ നിന്നവളല്ലേ ഞാൻ. എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ? എന്നെ ഇറക്കി വിട്ടോ, ജയിലിലടച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ചേച്ചിയുടെ ജീവിതം തകർത്തവളാണ് ഈ സത്യെന്ന് മാത്രം ആരും പറയരുത്. ഒരിക്കലും അങ്ങനെ പറയരുത്. നിന്റെ ചേച്ചി പറഞ്ഞ ഞങ്ങളെല്ലാം കേട്ടു. അതാണ് ശരി. നീ പറയുന്നതും പറഞ്ഞതും എല്ലാം കള്ളമാണ്. സത്യം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ വിചാരിച്ചോ? എന്നെ വിട്ട് നീ എവിടേക്കും പോവില്ലെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെയും പിന്നിൽ ഇവളായിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. ഇവളെ ഞാൻ തൊട്ടിട്ടില്ല, തൊടുകയില്ല. കാരണം ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും എന്റെ ദിവ്യയാണ്. ദയവ് ചെയ്ത് എന്റെ കൺമുമ്പിൽ നിന്ന് പോ. നീ എവിടെ പോയാലും എന്റെ ശാപം അത് നിന്നെ വിടില്ല. എന്റെ ലൈഫ് നീ ഇല്ലാതാക്കിയില്ലേ, എന്നെ അനാഥയാക്കിയില്ലേ. ആര് പറഞ്ഞു? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ അനാഥയാവില്ല. നിനക്ക് ഞാനുണ്ട്. അതെ മോളെ, ഈ വീട്ടിൽ ഇനി മുതൽ നീയാണ് മരുമകൾ. ബൈജു, ജോത്സ്യരെ വിളിച്ച് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം കുറിച്ച് തരാൻ പറ. ശരി അച്ഛാ, നിക്ക്. അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ. അത് ശരിയാ സുധി, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ, എന്നെ ജയിലിലടച്ചാലും എന്റെ ചേച്ചിക്കൊരു നല്ല ജീവിതം കിട്ടുമല്ലോ. എനിക്കത് മതി. പക്ഷെ ഇനിയുള്ള കാലം ചേച്ചിയുടെ ജീവിതം തട്ടിയെടുത്തവളായി അറിയപ്പെടാൻ സത്യം ഇഷ്ടപ്പെടുന്നില്ല. കള്ളിയും സ്നേഹവും ഇല്ലാത്തവളുമായി നിലനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സുധി, എന്തൊക്കെ പറഞ്ഞാലും നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് മാത്രം പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. മരണം വരെ എന്റെ ചേച്ചി സന്തോഷമായിട്ടിരിക്കണം. അതാ എന്റെ ആഗ്രഹം. സുധി, എന്റെ ചേച്ചിയെ പൊന്നു പോലെ നോക്കണേ.
സത്യയുടെ ശല്യം അതിന് നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. സത്യ, സത്യ, എന്താ എന്താ സത്യ? സ്വപ്നം കണ്ടതാണോ? എന്ത് സ്വപ്നം കണ്ടത്? ഞാൻ കണ്ട സ്വപ്നം അതെങ്ങനെ ശ്രുതിയോട് പറയും? ഇത്ര പേടിച്ച് നിലവിളിക്കാൻ മാത്രം എന്ത് സ്വപ്നം കണ്ടത്? അത് പേടി സ്വപ്നമാണോ? അതെ. ഇത് കുടിക്ക്. പേടിക്കണ്ട കേട്ടോ. ഞാനുണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? കിടന്നോട്ടെ, നല്ല ക്ഷീണം. നിനക്ക് ഗുണ്ടാ സംഘത്തിന്റെ നല്ല പിൻബലമുണ്ട്. അത് ഉപയോഗിച്ച് നീ എന്റെ ലൈഫ് നഷ്ടപ്പെടുത്തി. എന്നെ മാത്രം സ്നേഹിച്ച എന്റെ സുധിയെ നീ തട്ടിയെടുത്തു. ഇപ്പൊ നിനക്ക് സ്നേഹം വേണം, കണ്ണീര്. പഠിച്ച കള്ളിയാ നീ, വഞ്ചകി. സത്യ, എന്തിനാ കരയുന്നത്? ഇല്ല, കരഞ്ഞൊന്നുമല്ല. കരയാതെ പിന്നെ എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. കിടന്നുറങ്ങിക്കോ, ടെൻഷൻ അടിക്കണ്ട.
ദിവ്യ, അബി, അവളിവിടെ എങ്ങും കാണുന്നില്ല. അവളെന്നെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവോ ജനി? എങ്കിൽ നേഴ്സിനെ ഞാനിന്ന് കൊല്ലും. നീ ഒന്ന് സമാധാനപ്പെട്. ദിവ്യ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയുള്ള മാനസികാവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. നമുക്ക് നോക്കാം. ദിവ്യ, സർ, ഇനി എന്ത് ചെയ്യും? എവിടെയും ഇല്ല. പേഷ്യന്റ് പുറത്തു പോവാതെ നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയാണ്. സർ, ഞാൻ നല്ലതുപോലെ ശ്രദ്ധിച്ചതായിരുന്നു. നല്ലതുപോലെ ശ്രമിച്ചു. എന്നിട്ടാണോ ആളെ കാണാതായത്? നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് ദിവ്യ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. സർ, ഞാൻ പോയി എവിടുന്നെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വാ. അബി, ഇനി പുറത്തെങ്ങാനും ഉണ്ടാവോ? എനിക്കൊന്നും അറിയില്ല. അബി, ഇവിടെ എങ്ങുമില്ലല്ലോ അവള്. ദിവ്യ, എന്താ ദിവ്യ ഇത്? ആരോട് ചോദിച്ചിട്ടാ പുറത്തേക്ക് പോയത്? വിളിച്ചകത്തേക്ക് കൊണ്ടുപോ. വരൂ ദിവ്യ, വന്നേ വന്നേ. സത്യമോളല്ലേ? അതേലോ. നീ എന്താ മോളെ ഒറ്റയ്ക്ക് വന്നേ? സുധിയെ കൂടെ കൂട്ടായിരുന്നില്ലേ? സുധി എഴുന്നേറ്റിട്ടില്ല. ഇപ്രാവശ്യവും അവനോട് പറയാതെയാണോ വന്നത്? എഴുന്നേക്കും മുമ്പേ എനിക്ക് അവിടെ എത്തണം. കയറി വാ. എന്താ ഇത്ര ധൃതി പിടിച്ച് ഓടിപ്പോന്നത്? എനിക്കൊരു മനസമാധാനവും ഇല്ലമ്മേ. എന്തു പറ്റി മോളെ? ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാ. ഇവിടെ ഞങ്ങൾ രണ്ടാളുടെ സ്ഥിതിയും അതുതന്നെയാ. നിന്റെ അമ്മ നേരാവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയൂ? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയാതിരുന്നതാ. എന്താ അമ്മേ, ഭക്ഷണം കഴിക്കാതിരുന്ന ചേച്ചി വരുമോ? അവളെ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. അവള് വരുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെക്കാനാണോ അമ്മയുടെ പുറപ്പാട്? അതല്ല മോളെ, ആ രാഹുൽ വന്നു പോയത് പിന്നെ വല്ലാത്തൊരാദി. അവൻ തന്ന അഡ്രസ് തെറ്റാണെന്ന് കൂടി അറിഞ്ഞപ്പോ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. അവനെ മാത്രമല്ല, ചേച്ചിയെയും. നീ പുലർച്ചയ്ക്ക് തന്നെ വന്നതിന്റെ കാരണം പറഞ്ഞില്ല. ഞാൻ ഇന്നലെ ചേച്ചിയെ സ്വപ്നം കണ്ടച്ചമ്മ.
അവിടുത്തെ ഒരനുജത്തെയും സ്വന്തം ചേച്ചിയോട് ചെയ്യാൻ പാടില്ലാത്തതാ നീ എന്നോട് ചെയ്തത്. നിനക്ക് സുധിയെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞ പോരായിരുന്നോ? അതിന് പകരം എന്നെ ഉപയോഗിച്ച് നാടകം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഇറങ്ങടി, ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. എന്റെ മോള് പേടിക്കണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കണ്ട സ്വപ്നം മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ ദോഷങ്ങളെല്ലാം അതോടെ കഴിഞ്ഞു എന്നാ. സ്വപ്നത്തിലെ ദോഷങ്ങളെ കുറിച്ച് ഓർത്തല്ലമ്മ എന്റെ പേടി. പിന്നെ എന്താ മോളെ? ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ മനസ്സ് എന്തൊക്കെയോ വിളിച്ചു പറയാൻ വേദനിക്കുന്നുണ്ട്. ആരൊക്കെയോ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുക. അതെനിക്ക് ഉറപ്പാ. മോള് സമാധാനത്തോടെ ഇരിക്കാൻ. ദിവ്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആ, നീ ചായ പോലും കുടിക്കാതെ ഓടി വന്നതല്ലേ? വാ. എനിക്കൊന്നും വേണ്ടമ്മേ. വാ മോളെ, വന്ന് കഴിച്ചിട്ട് വേഗം തിരിച്ചു പൊയ്ക്കോ. അതെ, വെറുതെ ആ സുജിതയുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. എന്താ ചായക്ക്? പുട്ടും പഴവും ഉണ്ട്. നീ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കപ്പ പുഴുങ്ങി വെക്കുമായിരുന്നു. അതൊന്നും സാരമില്ല. അമ്മ വേഗം ചായ എടുക്ക. വാ. ഓ, അവന്റെ ഒരു ഉറക്കം. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയ ഭാര്യ മതില് ചാടും. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയാലും കുറ്റം പറയാൻ പറ്റില്ല. ഓ, ചുമര നിറച്ചു വെച്ചിട്ടുണ്ടല്ലോ പ്രിയതമയുടെ പടങ്ങള്. അപ്പൊ അവൻ അത് തന്നെ വേണം. ഡാ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്ത ഭർത്താവേ പൊണ്ണന. പോത്തിന്റെ ഉറക്കം കണ്ടില്ലേ? എന്താ പ്രശ്നം? കുറെ നേരമായാലും തുടങ്ങിട്ട്. അത് ശരി, അപ്പൊ നീ ഉറങ്ങായിരുന്നില്ല, ഉറക്കം നടിച്ചു കിടക്കായിരുന്നല്ലേ? അത്രയും ഭാഗ്യം. എന്നിട്ടും സ്വന്തം ഭാര്യ കിടപ്പറയെന്ന് പാതിരാത്രിയിൽ എഴുന്നേറ്റ് പോയത് നീ അറിഞ്ഞിട്ടില്ല. കഷ്ടം സുധി. സത്യം എവിടെ പോയി? അതെന്നോടാണോ ചോദിക്കുന്നേ? അത് അവൾ ഇന്നലെ എന്തോ സ്വപ്നം കണ്ട്. ആ, അത് തന്നെയാ പറയുന്നേ. എന്തോ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോയി കാണും. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. എങ്കിൽ കാണിച്ചതാ. സത്യ, സത്യ, ചത്യ ചത്യ, നിനക്ക് നാണമില്ലല്ലോടാ ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കാൻ. സത്യ, സത്യ. ഡാ, നീ കിടന്ന് തൊള്ള തുറക്കണ്ട. ഇവിടെ എങ്ങും ഇല്ല അവള്. സാധാരണ പെണ്ണുങ്ങള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് അടുക്കളയിൽ കയറി എന്തെങ്കിലും ജോലി ചെയ്യും. ഇതങ്ങനെയാണോ? അപ്പോ ചേച്ചി സാധാരണ പെണ്ണല്ലേ? എന്താടാ, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? ഒന്നും ചെയ്യുന്നില്ല, അതാ പറഞ്ഞത്. ഒരു ദിവസം പോലും അടുക്കളയിൽ കയറാത്ത ആള് നിന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലേ? അതെന്തുകൊണ്ടാ? നിന്റെ ഭാര്യയെ ഇവിടേക്ക് കെട്ടിക്കൊണ്ടു വന്നതാ. അവൾക്കില്ലാത്ത കാര്യങ്ങളൊന്നും ഞാനും നോക്കുന്നില്ല. ആദ്യം നീ നിന്റെ പെണ്ണുപിള്ള എവിടേക്കാ ഓടിപ്പോയതെന്ന് കണ്ടെത്താൻ നോക്ക്. വെറുതെ ആണുങ്ങളുടെ വില കളയാതെ. ഇവളിത് എവിടെ പോയതാ രാവിലെ തന്നെ? എന്താ സത്യ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? എനിക്ക് എന്റെ ചേച്ചിയെ വേണം. എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന്. നീ എന്താ മോളെ ഈ ചോദിക്കുന്നത്? അവൾക്ക് അറിയാമെങ്കിൽ നമ്മളോടത് പറയില്ലായിരുന്നോ? പറയും. പക്ഷേ എന്റെ ചേച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം.
അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതാണെങ്കിൽ, അവള് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, അവള് നമ്മളെ വിളിച്ചില്ലെങ്കിലും ഈ കൂട്ടുകാരിയെ വിളിച്ചേനെ അല്ലേ? ശരിയാ സത്യ നീ പറയുന്നത്. അവളെന്നെ വിളിച്ചേനെ. അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് എനിക്ക് മാത്രമാ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല. രാഹുലും ദിവ്യയും തമ്മിൽ ഇഷ്ടമാണെന്ന് നിനക്കറിയാമായിരുന്നിട്ടും അത് ഞങ്ങളോട് നീ പറയാതിരുന്നത് എന്താ മോളെ? അമ്മേ, അവക്ക് രാഹുലിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ സുധിയുമായി വിവാഹ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ ദിവ്യ രാഹുലിനെ ഒഴിവാക്കിയതാ. പിന്നെന്തിനാ എന്റെ ചേച്ചി രാഹുലിനോടൊപ്പം പോയത്? അറിയില്ല. കല്യാണത്തലേന്ന് ദിവ്യ അവനോടൊപ്പം ഇറങ്ങി പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.